ഹായ് പ്യാരെ വെച്ചോ അനസാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട 2 പാഠഭാഗങ്ങൾ അഥവാ 2 യൂണിറ്റ് ഓണ പരീക്ഷയ്ക്ക് പഠിച്ചു. ഇനി അങ്ങോട്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങൾ പഠിച്ച് പരീക്ഷ നല്ല അടിപൊളിയാക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ മക്കളെയും ഇന്നത്തെ നമ്മുടെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് എന്തെല്ലാമാണ് ഈ മിഡ് ടേം എക്സാമിനേഷനിൽ പഠിക്കാനുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പം ആദ്യത്തെ നമ്മുടെ ഓണപരീക്ഷയിൽ 2 യൂണിറ്റ് ആണെങ്കിൽ ഇനി അങ്ങോട്ടും നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ 2 യൂണിറ്റ് തന്നെയാണ്. 2 യൂണിറ്റ് നമ്മുടെ ഓണപരീക്ഷയ്ക്ക് 2 യൂണിറ്റിൽ നിന്നായി 4 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത് എങ്കിൽ ഈ അധ്യയന വർഷത്തെ മിഡ് ടേം എക്സാമിൽ 3-4 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം 3-4 യൂണിറ്റുകളിൽ നിന്നും നമ്മുടെ 3-ാമത്തെ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളും 4-ാമത്തെ യൂണിറ്റിൽ 2 പാഠഭാഗങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ടോട്ടൽ 5 ചാപ്റ്ററുകളാണ് ഈ വരുന്ന നമ്മുടെ ക്രിസ്മസ് പരീക്ഷ മിഡ് ടേം എക്സാമിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് മാത്രമാണോ? ഇതിൽ നിന്നും ഏകദേശം 70% ക്വസ്റ്റ്യൻ വരും. മാത്രമല്ല ഈ ആദ്യത്തെ 2 യൂണിറ്റിൽ നിന്നും നമുക്ക് ബാക്കി ഒരു 30% അല്ലെങ്കിൽ 20% അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മാറിയ സിലബസ് ആണ്, കുറച്ച് പ്രയാസമാണ്. പക്ഷേ നിങ്ങൾ അടിപൊളിയായിട്ട് സൈലത്തെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതാ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പഠനത്തിന് വേണ്ടിയിട്ടാണ്, പഠിക്കണം നിങ്ങൾ അടിപൊളിയായിട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 3-ാമത്തെ യൂണിറ്റ് നമുക്ക് നോക്കാം. 3-ാമത്തെ യൂണിറ്റ് ഇക്കായി ഇത്തി അല്ലേ, കുൽത്തെ നസാരെ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അല്ലേ. ഏറെ നല്ല നല്ല ചാപ്റ്റേഴ്സ് ആണ് ഈ യൂണിറ്റിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ജബ് ഹം ധീരെ ചൽത്തെ ഹേ എന്ന് പറയുന്ന ഒരു യാത്രാ വിവരണം അല്ലേ. അപ്പോൾ ഒരു യാത്രാ വിവരണം ഒരാളുടേതായിരിക്കും, അത് എഴുതിയത് എലൻ ഷായുടേതാണ്. അപ്പോൾ എലൻ ഷായുടെ ഒരു യാത്രാ വിവരണമാണ് ആദ്യത്തെ പാഠഭാഗത്തിലൂടെ നമ്മളോട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ എന്താണ് ആ പാഠഭാഗത്തിൽ എന്നുള്ളതൊക്കെ വളരെ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആ ലേഖകനെ ഒന്ന് പരിചയപ്പെടാം. ആരാണ് നമ്മുടെ എലൻ ഷാ എന്നുള്ളത് നമുക്ക് നോക്കാം. കൃത്യമായിട്ട് എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാം. എലൻ ഷാ ബെർലിൻ മേ രഹനെ വാല ഭാരതീയ കലാകാർ. എലൻ ഷാ ആരാണ്? ബെർലിനിൽ താമസിക്കുന്ന ഒരു ഭാരതീയ കലാകാരനാണ്. ഭാരതീയ കലാകാരൻ മാത്രമല്ല, അദ്ദേഹം ആരും കൂടിയാണ്, ചിത്രകാരാണ്. ഓർ കഹാനിഗാർ ഹേ, ചിത്രകാരനും കലാകാരനും അതേപോലെ ഒരു കഥാകാരനുമാണ് ആര്, നമ്മുടെ എലൻ ഷാ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ആരാണെന്ന് മനസ്സിലായി. അദ്ദേഹം ഒരു ഭാരതീയ കലാകാരനും ചിത്രകാരനും കഥാകാരനുമാണ് ആര്, നമ്മുടെ എലൻ ഷാ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, വേ 25 से ज्यादा सालों से अपने जीवन को स्केच बुक में रिकॉर्ड कर रहे हैं. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 25 വർഷത്തിലേറെയായി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ ജീവിതം സ്കെച്ച് ബുക്കിൽ രേഖപ്പെടുത്തുന്നു അല്ലേ. 25 വർഷങ്ങൾക്ക് ശേഷം അല്ലേ, 25 വർഷത്തിലേറെയായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കെച്ച് ബുക്ക് അല്ലെ റിക്കാർഡ് കർ രഹേ ഹേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. ഉൻകോ ബച്ചോം കെ ലിയേ ചിത്ര ബനാന ഓർ യാത്ര കർണ ബഹുത്ത് പസന്ത് ഹേ. അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ് പറയുന്നത്, കുട്ടികൾക്കായി ചിത്രം വരയ്ക്കുന്നതും അതേപോലെ യാത്ര ചെയ്യുന്നതും അല്ലേ. ഓർ യാത്ര കർണ, യാത്ര ചെയ്യുന്നത്, കുട്ടികൾക്കായി ചിത്രം വരയ്ക്കുന്നതും അല്ലേ, നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്കായി ചിത്രം വരയ്ക്കുന്നതും അതേപോലെ യാത്ര ചെയ്യുന്നതുമൊക്കെ അദ്ദേഹത്തിന് എന്താണ്, ബഹുത്ത് പസന്ത് ഹേ. ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ, പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം അല്ലേ. ഹേ, അപ്പൊ ബഹുത്ത് പസന്ത് ഹേ അദ്ദേഹത്തിന് എന്താണ്, വളരെ ഇഷ്ടമാണ് അല്ലേ. വേ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ്. യാത്ര കർണ ബഹുത്ത് പസന്ത് ഹേ. ഇതാണ് എലൻ ഷായുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എലൻ ഷാ ആരാണ് എന്ന് ചോദിച്ചാൽ ഇതെൻ്റെ മക്കളുടെ മനസ്സിൽ വരണം. ഈ പാഠഭാഗവുമായി ഇത് ആരുടേതാണ് ഈ പാഠഭാഗം എന്ന് ചോദിച്ചാലും എലൻ ഷാ ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ വീഡിയോ കണ്ട ആരും മറക്കാൻ പാടില്ല. ഓക്കെ ആണോ? അപ്പൊ ഇതിലൊരു ചോദ്യം പാടാൻ നമുക്ക് നോക്കാം. മേരെ പാസ് ഹാക്കെ അലാവ കോയി ജവാബ് നദാ ലേഖക് കെ ഇസ് കഥൻ കാ താൽപര്യ ക്യാ ഹേ. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മേരെ പാസ് ഹാക്കെ അലാവ കോയി ജവാബ് നദാ. നമ്മുടെ ആ പാഠഭാഗം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കൊണ്ടുവന്നു അല്ലേ. എൻ്റെ മുന്നിൽ അതേ എന്നല്ലാതെ ഒരു മറുപടി ഇല്ലായിരുന്നു. ജവാബ് എന്ന് പറഞ്ഞാൽ മറുപടി അല്ലേ. ലേഖക് കെ ഇസ് കഥൻ കാ താൽപര്യ ക്യാ ഹേ. അപ്പം എന്തായിരിക്കും അത്? അപ്പം നമ്മുടെ മൈൻഡിലേക്ക് ആ കഥ ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലൈവൊക്കെ ആയിട്ട് നമ്മൾ വരും അല്ലേ. അപ്പോൾ ഇതിൽ ആ ഒരു താല്പര്യ ക്യാ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്താണ്? ലേഖക് ഓർ ലുവാന ദോനോ അച്ഛേ കലാകാർ ഹേ. ലേഖകനും ലുവാനയും
അല്ലേ? നമ്മുടെ ഈ ലേഖകനും ലുവാനയും ദോനോം അവർ രണ്ടുപേരും അച്ഛേ കലാകാർ ഹേ, ഇരുവരും നല്ല കലാകാരന്മാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഏക് കലാകാർ ഹി ദൂസരെ കലാകാർ കി ഭാവന കോ അച്ചി തര സമജ് ലേത്താ ഹേ, ഒരു കലാകാരന് മാത്രമേ മറ്റൊരു കലാകാരനെ, അതാ പറഞ്ഞ ദൂസരെ കലാകാർ കി, മറ്റൊരു കലാകാരനെ, മറ്റൊരു കലാകാരന്റെ ഭാവന കോ അച്ചി തര സമജ് ലേത്താ ഹേ, മറ്റൊരു കലാകാരന്റെ ഭാവനയെ നന്നായി മനസ്സിലാക്കാൻ കഴിയൂ. അതാണ് അച്ചി തര സമജ് ലേത്താ ഹേ, നന്നായി മനസ്സിലാക്കാൻ കഴിയൂ. ഒരു കലാകാരന് മാത്രമേ മറ്റൊരു കലാകാരനെ നന്നായിട്ടില്ലേ കലാകാരന്റെ ഭാവനയെ അച്ചി തര നല്ല രീതിയിൽ സമജ് ലേത്താ ഹേ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇസ്ലിയെ, അതുകൊണ്ട് തന്നെയാണ് ഹി ലുവാന കോ ലേഖക ചിത്ര കീഞ്ചന ബഹുത്ത് അച്ഛാ ലഗ, അതേപോലെ തന്നെ എന്താണ് ലുവാനയ്ക്ക് ലേഖകൻ ചിത്രം വരയ്ക്കുന്നത് വളരെ നന്നായി തോന്നിയതും, അത് ഒരു കലാകാരന് മറ്റൊരു കലാകാരന്റെ ഭാവനയെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ഇസ്ലിയെ, അതുകൊണ്ട് തന്നെ ലേഖകനെ ബി ഉസ്കെ നയത്തേക്കോ സ്വീകാർ കിയ, അതുകൊണ്ട് തന്നെയാണ് ലേഖകനും അവളുടെ ക്ഷണം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. യെസ്, ഇത് നമ്മുടെ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സൈഡിലുള്ള ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചോദ്യം ലേഖകനുമായി ബന്ധപ്പെട്ടതും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ആ പാഠഭാഗം ഏകദേശം നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനിയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലൊക്കെ വരും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസും ലൈവുകളൊക്കെ കൃത്യമായിട്ട് കാണണം. മാത്രമല്ല ഇനി നിങ്ങൾ ഈ അധ്യയന വർഷം NMMS പോലെയുള്ള പരീക്ഷകൾക്ക് തയ്യാറാവുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. NMMS ക്രാക്ക് ചെയ്യണം, നമുക്ക് വരുന്ന ക്രിസ്മസ് പരീക്ഷ ക്രാക്ക് ചെയ്യണം, അതേപോലെ നമ്മുടെ ഫൈനൽ എക്സാം ക്രാക്ക് ചെയ്യണം. ഒക്കെ നിങ്ങൾ ചെയ്യണം. മാറിയ ടെക്സ്റ്റ് ബുക്കാണ്, പ്രയാസമാണെന്നൊന്നും എൻ്റെ മക്കൾ വിചാരിക്കണ്ട. നിങ്ങളുടെ കൂടെ സൈലമുണ്ട്, അനസാറുണ്ട്, മറ്റു ഫാക്കൽറ്റീസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യേണ്ട, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അഗല ക്ലാസ് മേ അനസാർ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.